സ്വന്തം അച്ഛന്റെ കാൽ തല്ലിയൊടിക്കുക, അദ്ദേഹത്തെ നിരന്തരം ആക്രമിക്കുക. ഒടിഞ്ഞ കാലുമായി അച്ഛൻ നരകയാതന അനുഭവിച്ചിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറാകാതെ മകനും മർദ്ദനമേറ്റയാളുടെ ഭാര്യയും. കൊട്ടാരക്കര ചെപ്ര സ്വദേശിയായ ഗോപി മകൻ ഉണ്ണിയിൽ നിന്ന് അനുഭവിച്ച നരകയാതന എണ്ണിയാൽ ഒടുങ്ങില്ല. ചേട്ടത്തിയുടെ ഭർത്താവ് തന്നെ കിട്ടും. അവനെ ഉപദ്രവിക്കാനൊന്നും വന്നില്ല. അവനെ ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വിടാൻ വേണ്ടി വന്നേ. അല്ലാണ്ട് കാലൊന്നും എടുക്കാനും കരഞ്ഞ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമായാലും കൂടുതൽ സപ്പോർട്ടൊന്നും ചെയ്യണ്ട. അടിച്ച് അതൊരു തെറ്റല്ലെന്ന് പറയും. എന്നാ പോലും പിറ്റെന്നെങ്കിലും അവർക്ക് കൊണ്ടുപോയിക്കൂടെ? അവരെ സ്വന്തം ഭാര്യയല്ലേ അടുത്തടക്കണം. അവരൊന്നും അറിഞ്ഞില്ല. അവർക്കുള്ള മൂത്ത മോയുണ്ട് അവിടെ വീണപ്പം എവരെ മോനെ എന്റെ ഭർത്താവോ ഈ പൈസകൾ മൊത്തം ചിലവാക്കിയത്. ആശുപത്രി പോയാലും ആ തൊട്ട് മേല് താമസിക്കണ ആ മാമന്റെ മോനാണ്. അവരെല്ലാരും അങ്ങോട്ടാ പോയത്. എവരാരും ആശുപത്രിയിൽ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് അവർ ബുദ്ധിമുട്ടിയിട്ടില്ല. അവര് നിർത്തണം. അവര് പിറ്റേന്ന് രാവിലെ എണീച്ച് അവരോട് ചോദിക്കണ്ട, എന്നാ ഇങ്ങോട്ട് കൊണ്ടുപോകണോ, ഞാൻ പോവാം വരി എന്ന് പറഞ്ഞ് അവര് വിളിച്ചോണ്ട് പോകണം. മകന്റെ ആക്രമണത്തിലുണ്ടായ മുറിവുകൾ പഴുത്തു പുഴുവരിച്ചു. വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെയാണ് അയൽവാസികൾ ഈ ക്രൂരത അറിയുന്നത്. അടിച്ചോ? എന്താ കൊണ്ട് അടിച്ചേ? കേക്കിങ്ങ പോകണ്ടോ? അതെ, അടിച്ചിട്ട് ഇത്ര നാൾ ആശുപത്രി വരാൻ ഞാൻ എന്താ പൈസ ഇല്ല. പഞ്ചായത്ത് അംഗം ഏർപ്പെടുത്തിയ ആംബുലൻസിൽ ഗോപിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ കൂടെ പോകാൻ പോലും മകനും ഗോപിയുടെ ഭാര്യയും തയ്യാറായില്ല. ഒരു മനുഷ്യജീവിയല്ലേ അദ്ദേഹം? ഒരു മനുഷ്യന്റെ ദേഹത്ത് മുഴുവാന്ന് വെച്ചാൽ ആ അവസ്ഥ ഒരു മനുഷ്യനല്ലേ അങ്ങേര്? 4 ദിവസം കൊണ്ട് ഞാൻ ഇവന്റെ നിങ്ങളുടെ എല്ലാം പുറകെ നടക്കുമല്ലേ? പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊട്ടാരക്കര പോലീസ് ഉണ്ണിയെ പിടികൂടി റിമാൻഡ് ചെയ്തത്. ഗോപി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.